ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈദിലേക്ക് വേണ്ടിയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കു പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കു എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, ചൈന ഗ്രാസ് ആട്ടോ പിന്നെ എടുത്തിട്ടുള്ളത്. ഞാനിതാ ചിക്കുവിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ചിക്കുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പേക്ക് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മേഡും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയിലടിച്ച ചിക്കു നമുക്കിതാ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. ചൈന ഗ്രാസ് ഉരുക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു പാലിൻ്റെയും ചിക്കുൻ്റെയും മിക്സിലേക്ക് ഈ ഒരു ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചെയ്യണത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് പുഡിങ് സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൗണ്ടിലുള്ള ഒരു പാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തണുത്താൽ കട്ടയാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് പുഡിങ്ങിന് സെറ്റാക്കുന്ന ഒരു പാത്രം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.